റൈജി, പ്രീതി ഒരുപാട് കാലം ഈ മേഖലകളിലൊക്കെ ഉണ്ട്. ഒരുപാട് പാവങ്ങൾക്കിടയിൽ ഒരുപാട് നാളുകളായി പ്രവർത്തിക്കുകയാണ്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആദ്യമല്ലേ? അത് 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 കുടുംബത്തിനൊക്കെ വല്ലാത്ത ട്രോമയാവുന്നുണ്ടോ, വല്ലാത്ത പേടിയാവുന്നുണ്ടോ റൈജി? ഉറപ്പായിട്ടും നമ്മുടെ ഒരു സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. നമ്മുടെ ഫാമിലിയിൽ മാത്രമല്ല, ചുറ്റുമുള്ളൊരു നമ്മുടെ ഒരു ഇന്ത്യയിലല്ലേ, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എങ്ങനെ ഉണ്ടായി? കാരണം ഒരിക്കലും ഒരു കുറ്റക്കാരല്ല അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ആരോപിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരിവർത്തനവും അത് മനുഷ്യക്കടത്തുമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവർ ക്രിസ്ത്യൻസ് ആണ്, ആ ഫാമിലി ക്രിസ്ത്യൻസ് ഫാമിലിയിൽ നിന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ബോധപൂർവം മതമാറ്റം എന്നുള്ള മതപരിവർത്തനം എന്നുള്ളൊരിത് അവർ എടുത്തു കളഞ്ഞു. എന്നിട്ട് അവർ മനുഷ്യക്കടത്ത് എന്താല്ലേ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആ കുട്ടികളെ എങ്ങനെയാണ് സിസ്റ്റേഴ്സ് കടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ ഒരു പെർമിഷൻ ഇല്ലാതെ? അവിടെ എന്തെങ്കിലും ഒരു പ്രകോപനമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇത് വളരെ ശാന്തപൂർവ്വം അവർ വന്നിരുന്ന് പോകാൻ വേണ്ടി ഫ്ലൈറ്റിന് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നത് ഒരു ടി ടി അവരെ ബജറംഗ് എന്ന് പറഞ്ഞ ഒരു ടീമിനെ അവർ ഇൻഫോം ചെയ്ത് അവർ വന്ന് ആവശ്യമില്ലാതെ അവർ പ്രകോപനം ഉണ്ടാക്കിയാണ്. അവർ ഭാഗ്യം കൊണ്ട് ചേച്ചിമാരെ അടിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഒരു ഭീകരത മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നതല്ലേ, നമ്മുടെ ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതുകൂടാതെ തന്നെ ഹാഷ്മി, നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് അവരൊന്നും സംസാരിച്ചിട്ടില്ല. അവർ കൂടുതൽ ഈ കുട്ടികളുടെ അടുത്ത് സംസാരിച്ചിട്ട് സിസ്റ്റേഴ്സിന്റെ ഫോണൊക്കെ മേടിച്ചു വെച്ചു. അല്ല റൈജി, ഇതിപ്പോ ഒന്നാമത്തെ കാര്യം പരിശോധനയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ബജറംഗ് ദളിനെയല്ല, അത് പോലീസിനെയാണ്. ശരി, ബജറംഗ് ദൾ വന്നു, പുതിയ കാലത്തെ പുതിയ നീതി എന്ന് വെക്കാം. ബജറംഗ് ദൾ വന്നു, അവർ പരിശോധിച്ച് ഈ പറയുന്ന ആധാർ കാർഡുണ്ട്, സമ്മതപത്രങ്ങളുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാർ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ, പേടിച്ച് എഴുന്നേറ്റ് നിന്ന് കയ്യും വായും പൊത്ത് നിൽക്കുകയാണ് അവരുടെ മധ്യത്തിൽ വിചാരണയുടെ കാര്യമൊന്നുമില്ല. അപ്പോൾ അകത്തേക്ക് അടയ്ക്കണം, ജയിലിൽ അടയ്ക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വന്ന ഒരു ഹൂളിഗൻ സംഘമാണ് റൈജി. ഉറപ്പായിട്ടും അവർ തീരുമാനിച്ച് ഉറപ്പിച്ച് വന്നവരാണ്. അവരുടെ കൺസെന്റ് ഉണ്ടായിരുന്നു, ആ കുട്ടികളുടെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, ഇതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരതൊന്നും ഗൗനിച്ചില്ല. അതിൽ കൂടുതൽ നമുക്കൊരു വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ഈ പ്രവർത്തകരുടെ ഒരു ഇതനുസരിച്ച് അവരുടെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച മാതിരി തോന്നി. കാരണം അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു കേരളത്തിലാണെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ വന്നു ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അവരെ പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽസ് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെ വിളിക്കും, എന്തൊക്കെയോ കാര്യങ്ങൾ. ഇതൊന്നും ചെയ്യാതെ വേഗം കൊണ്ടുപോയി അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ ജയിലിൽ അടയ്ക്കുക എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന ഒരു കാര്യമാണ്? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെയല്ലേ ഈ ഒരു സ്ഥലത്ത് നടക്കണ മാത്രം ഒരു കാര്യമാണ്.